ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് നമ്മുടെ മൊബൈലിലെ ക്യാമറക്കുള്ളിൽ തന്നെ ഒരു അടിപൊളി AI ഫീച്ചർ ഉണ്ട്. പല ആളുകളും ഇത് അറിയുന്നില്ല. എന്നിട്ട് നമ്മൾ ChatGPT യൂസ് ചെയ്യുന്നു, ജെമിനി യൂസ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ മൊബൈലിലെ എല്ലാവരുടെ മൊബൈലിലും ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ആ ഒരു ഓപ്ഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇമേജുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോംപ്റ്റ് ആഡ് ചെയ്ത് കൊണ്ടിട്ട്. അപ്പോൾ ഞാനതെങ്ങനെ പറയുന്നത് നാനോ ബനാന വെച്ചിട്ട് തന്നെയാണ്. ഇപ്പം ജെമിനിലാണെങ്കിൽ ChatGPT-ലാണെങ്കിലൊക്കെ അത് വെച്ചിട്ട് തന്നെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല, ഇനി നിങ്ങൾ ഗൂഗിൾ ക്രോം ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ദെൻ നിങ്ങളുടെ മൊബൈലിലെ ക്യാമറ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ തുടർന്നും ഇതുപോലെ യൂസ്ഫുൾ ആകുന്ന ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പല മൊബൈൽസിൻ്റെയും ഈ ഒരു ഓപ്ഷൻ, ഞാനിവിടെ പറയാൻ പോകുന്ന ഓപ്ഷൻ ഒന്നുകിൽ ഏറ്റവും മുകളിലായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും താഴത്തായിരിക്കും. ഓക്കെ, എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ ഈ ഒരു ഏറ്റവും താഴത്താണ് ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് താഴത്ത് 4 ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതിൽ നിങ്ങൾക്ക് 4ാമത്തെ ഒരു ബനാനയുടെ ഐക്കൺ കാണുന്നല്ലോ. അവിടെയാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ എടുത്ത് വെച്ച ഫോട്ടോസ്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ഔട്ട്ഫിറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം നമുക്ക് സിമ്പിളായി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഗാലറിയുടെ ഐക്കൺ എടുത്തിട്ട് ഞാനിപ്പോൾ അതിൽ നിന്നൊരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു ഫോട്ടോയിൽ വരുന്ന ഡ്രസ്സ്, അതുപോലെ തന്നെ ഈ ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മറ്റൊരു പ്രോംപ്റ്റ് ഞാനിവിടെ മലയാളത്തിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുത്തു. ഓക്കെ, മലയാളത്തിൽ തന്നെ ഈ വ്യക്തിയുടെ ഡ്രസ്സ് ഒരു ഫോർമൽ ബിസിനസ് ഷൂട്ടായിട്ട് മാറ്റുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രോംപ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു ലുക്ക് മൊത്തത്തിൽ മാറി, ഡ്രസ്സ് മാറി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ട് ഒരു ബിസിനസ് ക്ലാസ് ആയിട്ടുള്ള ലുക്ക് ഫിനിഷിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റീവായി തോന്നിയില്ലേ? ഇനി ഞാൻ മറ്റൊരു ഫോട്ടോ എടുത്തിട്ട് ഇനി മറ്റൊരു പ്രോംപ്റ്റ് കൂടി ഞാൻ ആഡ് ചെയ്ത് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, കാരണം ഞാൻ ChatGPT-നോടാണ് ഞാൻ പ്രോംപ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരുപാട് പ്രോംപ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു പ്രോംപ്റ്റ് കൂടി ഇവിടുന്ന് കോപ്പി ചെയ്തു എടുത്തു. ദെൻ ഞാൻ മറ്റൊരു വ്യക്തിയുടെ ഒരു ഫോട്ടോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം പല ആളുകളുടെയും ഈ ഒരു ക്യാമറക്കുള്ളിൽ തന്നെ ഇതുപോലെയുള്ള ഒരു ഫീച്ചർ കാണാതെ പോയത് വളരെ നഷ്ടമാണ്. അപ്പോൾ അറിയാത്തവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ചിത്രത്തിലുള്ള വ്യക്തിക്ക് അങ്ങനെ തുടങ്ങിയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. വ്യക്തിക്ക് ഒരു സ്റ്റൈലിഷ് കാഷ്വൽ ഔട്ട്ഫിറ്റ് അണിയിക്കുക. ദെൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ കൊടുത്ത അതേ പ്രോംപ്റ്റ്, അതായത് ഈ ചിത്രത്തിലെ വ്യക്തിക്ക് ഒരു സ്റ്റൈലിഷ് കാഷ്വൽ ഔട്ട്ഫിറ്റ് അണിയിക്കുക, ബാക്ക്ഗ്രൗണ്ട് ഒരു ടൗൺ ഏരിയ, നൈറ്റിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതേ രീതിയിൽ തന്നെ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മൾ ഔട്ട്ഫിറ്റും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ